വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ദിവ്യ. നിങ്ങളെ ബുക്ക് വായിക്കാൻ ശ്രമിച്ചിട്ട് ഫെയിലായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളാണോ? അപ്പോൾ 2025 റീഡിങ് ഹാബിറ്റ്സ് തുടങ്ങണം, നന്നായിട്ട് ഇത്ര ബുക്കൊക്കെ വായിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സോ ഈ വീഡിയോ നിങ്ങളെ റീഡിങ്ങിലേക്ക് എങ്ങനെ നിങ്ങളെ തന്നെ ഓർഗാനിക്കലി എത്തിക്കാം എന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ്. സോ ഹിയർ ഈസ് ദ 10 ടിപ്സ് ടു ബിൽഡ് യുവർ റീഡിങ് ഹാബിറ്റ്സ്. ബിൽഡ് ചെയ്താൽ മാത്രം പോലെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ കൂടെ വേണം അല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ കുറേ വായിക്കും എന്ന് പറഞ്ഞിട്ട്, ഞാനും ചെയ്യാറുണ്ട്, നിങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കുറേ ബുക്കൊക്കെ വാങ്ങി വെച്ച് ഒരു ലോഡ് ബുക്ക് നമ്മുടെ കാണും. നമ്മളതിന് 2 എണ്ണമായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കും, എന്നിട്ട് ആ ബുക്ക് കയ്യിൽ വെക്കും, ഫൈനാവും ഇല്ലേ? ഇതൊക്കെ സംഭവിക്കാറില്ലേ? അപ്പോൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വെക്കുക. നിങ്ങൾക്ക് ഒരു മാസം ഒരു പുസ്തകമേ വായിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ തോന്നുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള പുസ്തകവും ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം 10 പേജ് വെച്ച് ഞാൻ വായിക്കും, ഒരു മാസം 30 ദിവസമൊന്നും ഞാൻ വായിക്കില്ല, ഒരു 20 ദിവസം വായിക്കുന്നേ ഉള്ളെങ്കിൽ 200 പേജൊക്കെ ഉള്ളൊരു പുസ്തകം ചൂസ് ചെയ്യുക. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അല്ലാതെ 100 ബുക്ക് വായിക്കുന്നു വിചാരിച്ചിട്ട് 10 ബുക്ക് വായിച്ചാൽ ആ 10 ബുക്ക് വായിച്ചതിൻ്റെ സന്തോഷം കൂടി നമുക്ക് ഉണ്ടാവില്ല. 100 ബാക്കി 90 വായിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കും. സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യും. സെക്കൻഡ് ടിപ്പ് ഈസ് സ്ഥിരമായിട്ട് വളരെ റെഗുലറായിട്ട് ഒരു റീഡിങ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വായിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ല നിങ്ങൾ ഉറങ്ങണേന് തൊട്ട് മുന്നേ വായിക്കുന്ന ഒരാളാണെങ്കിൽ, ഉച്ച തിരിഞ്ഞ് ഇപ്പോൾ എനിക്കൊക്കെ ഉച്ച കഴിഞ്ഞ് വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഉച്ച കഴിഞ്ഞ് എനിക്ക് അത്ര പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാവുന്ന എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വായിക്കും. അപ്പോൾ എല്ലാ ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ആ റുട്ടീൻ റീഡ്, ആ യാത്രയിലെ റീഡ് പോലും നിങ്ങളുടെ റുട്ടീൻ റീഡ് ആവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ചിട്ട് ഇത് എവിടെ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് ഈ ബഹളമൊന്നും ഇല്ലാതെ ഒരു അരമണിക്കൂർ ചായ കുടിച്ചൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അല്ല വൈകുന്നേരമാണ് ആ സമയമെങ്കിൽ, രാത്രിയാണ് ആ സമയമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടൊരു സമയം അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം എപ്പോഴാണ് നോക്കുക. ആ സമയത്ത് എല്ലാ ദിവസവും വായിക്കാൻ ശ്രമിക്കുക. സോ മൈ തേർഡ് ടിപ്പ് ഈസ് ഓൾവേസ് ക്യാരി എ ബുക്ക്. അതായത് എവിടെ പോയാലും ഒരു ബുക്ക് കൊണ്ടുപോകുക. അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, പണ്ട് എൻ്റെ അച്ഛൻ എന്നെ കളിയാകുമായിരുന്നു, ടോയ്ലറ്റിൽ നിന്നൊക്കെ ബാലരമ കിട്ടുന്നു. അപ്പം ഇതൊക്കെ കൊണ്ടുപോകും. ബാലരമയൊക്കെ എടുത്തിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്. ഈ പത്രമൊക്കെ എടുത്തിട്ട് ബാത്റൂം പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എവിടെ പോയാലും ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു യാത്രയ്ക്ക് പോവാണ് എടുക്കുക. നിങ്ങളൊരു സ്ഥലത്ത് വെയിറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, എന്തായാലും താമസമുണ്ട്, ബുക്ക് എടുത്തിട്ട് പോവുക. നിങ്ങൾക്ക് ഓക്കെ നമുക്ക് വായിക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എയർപോർട്ടിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി, ഇങ്ങനത്തെ വെയിറ്റിംഗ് സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോഴൊക്കെ വായിക്കാൻ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഒരു ബുക്ക് ക്യാരി ചെയ്യുക. ചെറിയ ഏതെങ്കിലും ബുക്ക് എടുത്താൽ മതി. എപ്പോഴും പ്രയാസം ഒന്ന് തുടങ്ങി കിട്ടാനായിരിക്കും. ഇപ്പം ജിമ്മിലൊന്ന് പോയി തുടങ്ങി കിട്ടിയാലേ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം അങ്ങനെയാണ്, എല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി. അപ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സംതിങ് യു ലവ്. അതാണ് 4ാമത്തെ ടിപ്പ്. നിങ്ങൾക്കിപ്പോൾ റൊമാൻറ്റിക് സാധനമാണ് വായിക്കാൻ ഇഷ്ടമെങ്കിൽ അത് വായിക്കുക, അത് മതി. നമുക്കിപ്പോൾ ഫിലോസഫി ഒന്നും വായിക്കേണ്ട ഒറ്റയ്ക്ക്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഫിലോസഫിയാണ് വായിക്കാൻ ഇഷ്ടമെങ്കിൽ അതന്നെ പോയി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിൽ തുടങ്ങുക. 5th പോയിന്റ് ഈസ് മിനിമൈസ് ഡിസ്ട്രാക്ഷൻ എന്നാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷേ വായനയുടെ കൂടെ ഫോണ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയാലും നമുക്ക് ഡിസ്ട്രാക്ഷൻ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട എന്തെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് കുറവുള്ള ഒരു സാഹചര്യമോ സമയമോ വായനയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ റീഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇരുന്ന് വായിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫോൺ സൈലൻറ്റിലാക്കി വെക്കണം എന്നൊക്കെ അവർ പറയും. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ അങ്ങനെ ആക്കി വെക്കും. ഒരു അരമണിക്കൂർ നമ്മൾ ഫോൺ നോക്കിയില്ലെങ്കിലും ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അതൊരു സത്യം കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കും നമ്മളത്, അല്ലെങ്കിൽ നമ്മളൊരു ദിവസം ഈ കോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ എന്തോ വലിയ സംഭവം സംഭവിക്കും. ഒന്നും സംഭവിക്കില്ല. ട്രസ്റ്റ് മീ. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായന ഒരു കാര്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഈ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ നേൽപ്പിച്ചിട്ടെങ്കിലും അരമണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കുക. അടുത്തത് വർക്കാവാൻ നല്ല സാധ്യതയുള്ളൊരു ടിപ്പാണ് ജോയിൻ എ റീഡിംഗ് കമ്മ്യൂണിറ്റി. ശരിക്കും എനിക്ക് ഭയങ്കര വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇവിടെയുള്ള റീഡിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റർഡേയ്സിൽ ട്രിവാൻഡ്രം റീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അത് അങ്ങനെ പർട്ടിക്കുലർലി ഒരു വലിയൊരു എന്തായാലും പറയുക, ഒരു മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടുള്ള ഗ്രൂപ്പൊന്നുമല്ല. നമുക്കിപ്പോൾ വാട്സപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സാറ്റർഡേയ്സിൽ 8 to 11 രാവിലെ 8 മണിക്ക് നമ്മൾ നേപ്പിയർ മ്യൂസിയത്തിൽ നമ്മുടെ ബുക്കുമായിട്ട് പോവുക. 11 മണി വരെ അവിടെ നിന്ന് വായിക്കുക. 11 മണിക്ക് എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ പിരിയും. അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളാണ്. നിങ്ങൾക്കൊരു ബുക്ക് മാത്രം മതി അവിടെ വരെ പോകാനായിട്ട്. അങ്ങനെ കൊച്ചി റീഡ്സ് ഉണ്ട്, കോഴിക്കോട് റീഡ്സ് ഉണ്ട്, തൃശ്ശൂർ റീഡ്സ് ഉണ്ട്, അങ്ങനെ കാസർഗോഡ് റീഡ്സ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ റീഡിംഗ് കമ്മ്യൂണിറ്റി അതൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് അറിയാലോ. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എറണാകുളത്താണ്. പക്ഷേ അവിടെ കൊച്ചി റീഡ്സ് എന്നൊരു സാധനം ഉള്ളത് പുള്ളിക്ക് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് പുള്ളി അറിയുന്നത്.
പറയുന്നത് ഓക്കെ കൊച്ചി റീഡ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ലൊക്കേഷനൊക്കെ ഇത് നമ്മൾ വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പ് കാണാം, ഇവർ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അങ്ങനെ നോക്കിയിട്ട് പോവാം. റീഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ 2-3 മണിക്കൂറൊക്കെ നമ്മൾ അവിടെ പോയിരുന്നിട്ട് വായിക്കുവാണ്, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വായിക്കുവാണ്. നമുക്ക് വേറെ ഇപ്പം വായന റിലേറ്റഡ് കാര്യങ്ങളേ അവിടെ നടക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പോൾ അത് വർക്കാവും. ഇപ്പം നമുക്ക് കൂടെ ആൾക്കാരൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടിൽ നിന്ന് വായിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവില്ലേ. അപ്പോൾ ട്രിവാൻഡ്രത്ത് എനിക്കറിയാവുന്ന റീഡിങ് പ്ലേസസ് അല്ലെങ്കിൽ റീഡിങ് കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് കഫേ ബുക്ക് മാർക്കില്ലേ പാളയത്തെ, അതൊരു റീഡിങ് സ്പേസ് ആണ്, അവിടെ വായിക്കുന്ന ആൾക്കാർ വരാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പബ്ലിക് ലൈബ്രറി, അവിടെ ഒരു വലിയ റീഡിങ് സ്പേസ് ആണ്, അവിടെ എപ്പോഴും വായിക്കുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്. അടുത്ത ടിപ്പ് ഒരുപക്ഷെ പുതിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ടിപ്പാണ് എക്സ്പെരിമെൻറ്റ് വിത്ത് വേരിയസ് ഫോർമാറ്റ്സ് എന്ന് പറയും. അതായത് നിങ്ങളിപ്പോൾ ഒരു ഹാർഡ് കോപ്പി ബുക്ക് വായിക്കുന്ന ആളാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഹാർഡ് കോപ്പി ബുക്കാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇ ബുക്ക് വായിക്കാം, PDF വായിക്കാം, പല ഫോർമാറ്റ്സ് ഉണ്ടല്ലോ, കിൻഡിൽ വായിക്കാം, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ വായിക്കാം. സോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് പോകാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ, നിങ്ങൾക്കൊരു കമ്മോഡിറ്റി എടുത്തിട്ട് പോകാൻ വയ്യെങ്കിൽ നിങ്ങളുടെ ലാപ്പിലോ ടാബിലോ നിങ്ങൾക്ക് വായിക്കേണ്ട കണ്ടൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വായിക്കാനേ വയ്യ, കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ ഓഡിയോ ബുക്സ് ഉണ്ട്, ഓഡിയോ ബുക്സിൻ്റെ ആപ്പൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആഡൊക്കെ പറയാം, എനിക്ക് ആഡൊന്നും പറയാനൊന്നും ആയിട്ടില്ല, എനിക്ക് ആഡൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസത്തിൽ ചിലപ്പോൾ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസ് ടു ഹൗസ് തിരിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, ഫോൺ കോൾസ് ചിലപ്പം എടുക്കുന്നുണ്ടാവും അല്ലാണ്ട്. അപ്പോൾ നല്ലൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ എന്താ പറയുക സമാധാനം, ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ ഇല്ലേ, അറ്റോമിക് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇക്കിഗായ്, ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ യാത്രയിൽ കേൾക്കുകയാണെങ്കിൽ അതൊരു തരം റിലാക്സിങ്ങും ആയിരിക്കും. അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഒരു വലിയ സംഭവമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ അതൊരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പഠിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് ഒരു ചായ കുടിച്ചിരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാവില്ലേ, അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. സ്പേസ് ഉള്ളപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന കാര്യം, ഇപ്പം നമ്മൾ എല്ലാ ദിവസവും സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ചിലപ്പോൾ ഒരു സ്പേസ് ഉള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് അറ്റൻറ്റീവ് ആവും. ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തോ ഉപയോഗിക്കുന്ന ഒരേ കപ്പോ ഒക്കെ ആയിരിക്കും, അപ്പോൾ അതൊരു ഹാബിറ്റാണ്. അതുപോലെ വായനയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസും ടൈമും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് വായിക്കാൻ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്നൊരു സ്പേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ല രസമായിരിക്കും. അത് ആ ഒരു സ്പേസ് നമുക്ക് വായിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പോലെ എങ്ങനെ ഭംഗിയാക്കി എടുക്കാം. ഒരു ടേബിൾ പീസോ അല്ലെങ്കിൽ 2-3 ബുക്ക് മാർക്കോ കുറച്ച് ബുക്കോ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിൽ അതിനെ എങ്ങനെ ഭംഗിയായിട്ട് എടുക്കാം. ഇതുവരെ വായന തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ ഒരു പുസ്തകം പോലും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. അതായത് എന്താ പറയുക, നിങ്ങളൊരു പുസ്തകം വായിച്ചു തീർത്താൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങി കഴിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സന്തോഷം, അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുസ്തകം വായിച്ച് തീർത്തു എന്നുള്ള സന്തോഷത്തിൽ എന്തെങ്കിലും ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ സ്ഥിരം പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ പോലും, നിങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് അടുത്ത ലെവൽ ഓഫ് പുസ്തകങ്ങളിലേക്ക് എത്തിയാൽ പോലും നിങ്ങളെ റിവാർഡ് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ മറക്കാണ്ടിരിക്കുക. ആൻഡ് വേറൊരു സംഗതി, ഇതുവരെ ഒരു ബുക്കും വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായന തുടങ്ങാൻ പറ്റിയ പുസ്തകമാണ്. പിന്നെ ഉള്ളത് വായന തുടങ്ങാൻ പറ്റിയതാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വേറെ മാറി നിൽക്കുന്ന പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ തള്ളാനുള്ള അവസരങ്ങൾ ഒരിക്കലും കളയരുത്. എൻ്റെ പുസ്തകമുണ്ട് മറന്നു വെച്ച ഹൃദയം എന്ന് പറയും. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബുക്കാണ്. എന്നോട് ഒരുപാട് പേര് വായിച്ചിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞ റിവ്യൂ എന്ന് പറയുന്നത് അവർ ലൈഫിൽ ആദ്യമായി വായിക്കുന്ന മലയാളം പുസ്തകമാണെന്നാണ്. അതെനിക്ക് ഭയങ്കര ഒരു കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുസ്തകങ്ങളിൽ എൻ്റെ പുസ്തകം നിങ്ങൾ വിട്ടുപോകരുത്. മറന്നു വെച്ച ഹൃദയം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്, നോവലാണ്. ഫൈനൽ പോയിന്റ് ഈസ് ബി പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ടു യുവർ സെൽഫ്. എനിക്ക് ChatGPT പറഞ്ഞു തന്ന പോയിൻ്റാണ് കേട്ടോ. അതായത് ChatGPT എന്നോട് പറഞ്ഞതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും, നിങ്ങൾ അവനവനോട് തന്നെ കൈൻഡായിരിക്കുക. നിങ്ങൾക്കൊരു 100 ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ റിയലിസ്റ്റിക് ഗോൾ 50 ബുക്ക് വായിക്കുക, ഒരു വർഷത്തിൽ 50 ബുക്ക് വായിക്കുക എന്നുള്ളതാണെങ്കിൽ 50 ബുക്ക് വായിക്കുക, ശ്രമിക്കുക. 30 ബുക്ക് വായിച്ചില്ലെങ്കിലും 30 ബുക്ക് ഞാൻ വായിച്ചു എന്ന പോയിന്റിൽ നിങ്ങളോട് വളരെ അക്നോളജ് ചെയ്തിരിക്കുക. പിന്നെ ഇതൊക്കെ ഒരു പ്രോസസ്സാണ്, നമ്മൾ പയ്യെ നടത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ കൈൻഡായിട്ടിരിക്കുക. നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം ചെയ്തില്ലല്ലോ എന്നോർത്തിട്ട് നമുക്ക് ടെൻഷൻ ആവാൻ പാടില്ല. അപ്പോൾ വളരെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്കത് പയ്യെ നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒരു 30 വയസ്സിലോ ഒക്കെ റീഡിങ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഒരുപാട് മീഡിയ ഉണ്ടല്ലേ, നമുക്കിപ്പോൾ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാം, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമായി, എത്ര ഇഷ്ടത്തോടെ ചെയ്യുന്നവരല്ലെങ്കിൽ. സോ അവനവനോട് തന്നെ കൈൻഡായി ഇരിക്കുക,
പേഷ്യൻ്റായി ക്ഷമയോടെ ഇരിക്കുക. സംഭവിക്കും, ബുക്ക് വായിക്കാനൊക്കെ പറ്റും, വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, നടക്കും. നിങ്ങൾ കാണാൻ പോകുന്നത് CID മൂസയിൽ ബിന്ദു പണിക്കർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി കഴിഞ്ഞിട്ട് ഒരു പ്രാന്ത് കാണിക്കില്ലേ, അതുപോലൊരു സാധനമാണ്. അതായത് ഞാനിങ്ങനെ കുറേ ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, വീഡിയോയിൽ ഞാൻ പറയണമെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ ഓർത്തു, ടൈപ്പ് ഓഫ് ബുക്ക്, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ബുക്ക് പിക്ക് ചെയ്യുമ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ അത് പിക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ചൂസ് ചെയ്ത് കൊണ്ടുവന്നൊന്നും അല്ല, എവിടെ ഇരുന്ന് അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതാണ്. നിങ്ങളെ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ കാണിച്ചു തരാം. ഇത് കുറച്ച് കഥകളുടെ ഒരു സമാഹാരമാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബുക്കാണ്. പുസ്തകത്തിന് പ്രൊമോഷനായിട്ട് പറയുമെന്നല്ല കേട്ടോ, ഇവിടെ ഇരുന്ന് കുറച്ച് പുസ്തകങ്ങൾ എടുത്തുവെന്നേ ഉള്ളൂ. ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ള, എന്തായാലും പറയാം, കുറച്ച് പേജസേ ഉള്ളൂ. ഒരു ഹാൻഡ് ബാഗിലൊക്കെ കയറും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തിട്ട് പോകാനൊക്കെ പറ്റുന്ന 126 പേജൊക്കെ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചു തീരുന്നൊരു പുസ്തകമാണ്. ഇനി നമുക്ക് അതുപോലത്തെ തന്നെ വേറൊരു പുസ്തകം കാണാം, പക്ഷേ നോവലാണ്. മറ്റേ കഥകളായിരുന്നു, ഇത് നോവലാണ്. ഇത് അതിനേക്കാളും കുറച്ച് പേജുകൾ, 80 പേജുള്ളൊരു നോവലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും എന്ത് പെട്ടെന്ന് വായിച്ചു തീരും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. പിന്നെ ഈ പുസ്തകം ഞാൻ എടുത്തിട്ട് വാങ്ങിയത് വിവേക് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഓഥറിനെ ഞാൻ എവിടെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കഥ എവിടെ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഈ ഓഥറിൻ്റെ വേറൊരു ബുക്ക് വാങ്ങി നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. സോ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. നമ്മളെ ഒരു ഓഥറിൻ്റെ എന്തെങ്കിലും വായിച്ചിട്ട് ഓക്കെ അയാൾ എഴുതിയ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്, അതാണ് ആ പുസ്തകം. ഇതങ്ങനെ ചൂസ് ചെയ്തൊരു പുസ്തകമാണ്. പ്രൊഫസർ TJ ജോസഫിൻ്റെ വിട്ടുപോകാത്ത ഓർമ്മകളില്ലേ, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഭയങ്കര ആരാധന തോന്നിയിട്ട് ഇതൊരു ബുക്ക് ഫെസ്റ്റിന് പോയപ്പം 160 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ എടുത്തതാണ്. അപ്പം ചീപ്പാണോ നോക്കി, ഓഥറിനെ അറിയാമെന്ന് നോക്കി, അത്രേ നോക്കിയുള്ളൂ. വേറെ എന്തും അതിനകത്തുള്ളതെന്ന് അറിയത്തില്ല, ഇതുവരെ വായിച്ചിട്ടില്ല. ഇത് വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട് കിടന്നൊരു പുസ്തകമാണ്, എന്താണെന്ന് അറിയത്തില്ല. എടുത്തിട്ട് ബാഗിലിട്ടിട്ട് പോകാൻ ഭയങ്കര ചെറുതായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരു പുസ്തകത്തിനേക്കാളും ചെറിയ സൈസാണ്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. എന്തോ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് കംബാക്സ് ആണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ സെൽഫ് ഹെൽപ്പ് ടൈപ്പ് ബുക്കില്ലേ, ഹൗ ടു, അങ്ങനത്തെ ബുക്കാണെന്ന് തോന്നുന്നു. ഇതെനിക്കൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അയച്ചു തന്ന ബുക്കാണ്. ഇത് ഈ പറയുന്ന പോലെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ച് തുടങ്ങിയിട്ടില്ല, ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷാണോ മലയാളമാണോ വായിക്കാൻ കംഫർട്ടബിൾ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചൂസ് ചെയ്യാം. ഈ പുസ്തകം ഞാൻ വാങ്ങിയത് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതും എന്നാൽ സ്ക്രിപ്റ്റായിട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പുസ്തകം വാങ്ങി നോക്കാമെന്ന് വെച്ചിട്ടാണ് പ്രേമലുവിൻ്റെ സ്ക്രിപ്റ്റ് വാങ്ങിക്കുന്നത്. ഇതെൻ്റെ ഒരു യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്, വായിച്ചിട്ടില്ല. ഇതെനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന ബുക്കാണ്. ഞാനത് കുറച്ച് വായിച്ചു, കുഴപ്പമില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചിട്ട് റിവ്യൂ ഇടാം. ഇത് ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ടിട്ട് ഓക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയൊരു പുസ്തകമാണ്. ഇത് ആദിയുടെ പെണ്ണപ്പൻ എന്ന് പറഞ്ഞ കവിതയാണ്. അദ്ദേഹം ഒരു ക്യൂർ പോയറ്റാണ്. അപ്പം ക്യൂർ ലൈഫൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരെ എഴുതിയത് എങ്ങനെ ഉണ്ടാവും, എനിക്കറിയാത്തൊരു ഏരിയയാണ്. ഞാൻ പലപ്പോഴും അറിയാൻ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടില്ലാത്തതും കൂടിയാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സമൂഹത്തിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ സമൂഹം കാണിച്ചു തന്നിട്ടില്ലാത്തതും പോയി നോക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിയ ബുക്കാണിത്. സാറാ ജോസഫിൻ്റെ ബുധിനിയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയില്ല, കുറച്ച് വലിയ പുസ്തകമാണ്, റിവ്യൂ വഴിയേ ഇടാം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ബുധിനി ഒരു ഫേമസ് പുസ്തകം ആയതുകൊണ്ട് എടുത്തുവെന്നേ ഉള്ളൂ. അർച്ചന കല്യാണിൻ്റെ കരിനീല കാക്കപ്പുള്ളി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയൊരു പുസ്തകം ആയതുകൊണ്ടും പുതിയ എഴുത്തുകാരുടെ പുസ്തകം വായിക്കുന്നത് ഈ അടുത്തതിൻ്റെ ഒരു പരിപാടി ആയതുകൊണ്ടും ഞാൻ വാങ്ങിയതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പുസ്തകമാണ് ജുവൽ എന്ന് പറയുന്നത്. കവറും വളരെ നമ്മളെ ഒരു പുസ്തകം ചൂസ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. ഇത് കവിതയാണ്. ഞാനിത് ഈ കൂട്ടത്തിലിരുന്ന കേട്ടോ, പ്രത്യേകിച്ച് എടുത്തിട്ട് വന്നൊന്നുമല്ല. ഇതെൻ്റെ ആദ്യത്തെ പുസ്തകം. ഓക്കെ. ആൻഡ് ഇത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്ത് അയച്ചു തന്നതാണ്. അദൃശ്യ മുറിവുകൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് മാർക്കൊക്കെ കണ്ടു. ബുക്ക് മാർക്കൊന്നും അല്ല, ഇത് പേപ്പർ ഉണക്കി വെച്ചിരിക്കുകയാണ്. സോ ഇതൊരു നല്ല പുസ്തകമാണ് കേട്ടോ. വായിച്ചിടത്തോളം കുറച്ചായിട്ടേ ഉള്ളൂ. ഇത് റിവ്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് പല ടൈപ്പ് പുസ്തകങ്ങളാണ്. അതായത് എന്താണ് പറയുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും വായിക്കാൻ ചൂസ് ചെയ്യാം. ബാക്കി ഇതാണ് എൻ്റെ ആദ്യത്തെ നോവലും ഇപ്പോൾ എൻ്റെ അടുത്ത് നന്നായിട്ട് സെല്ലിങ് നടക്കുന്നതുമായിട്ടുള്ളൊരു പുസ്തകം, മറന്നു വെച്ച ഹൃദയം. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. 307 പേജാണുള്ളത്. റോജാൻ്റെ ഒരു ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പാർട്ട്ണറുടെ കളക്ഷനിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് റിവ്യൂ ചെയ്യാം. ടോട്ടോ ചാനൊക്കെ മസ്റ്റ് റീഡ് പുസ്തകങ്ങളാണ് കേട്ടോ. ഇനി ഇവിടെ ഇരിക്കുന്ന മറ്റൊരു വലിയ ഘനമുള്ള പുസ്തകം KR മീരയുടെ ഘാതകനാണ്. കണ്ടു. ഇത് ഞാൻ ഏത് കാലത്ത് വായിച്ചു തരുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വായിച്ച് തീരുമെന്ന് പോലും എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. മായാകിരൻ്റെ പ്ലാനറ്റ് 9 എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഇത് ഒരു സ്പേസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ജേണറിലെ പുസ്തകം എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്ലർബ് വായിച്ച് നോക്കുക. ബ്ലർബ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ അതിനകത്തിൽ അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ മലയാളത്തിൽ സ്പേസ് ഫിക്ഷൻ സാധനമൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി കാരണം എടുത്തിട്ട് വന്നതാണ്.
സോ ഇത്രയേ ഉള്ളൂ തൽക്കാലം എൻ്റെ കയ്യെത്തുന്ന ദൂരത്തിരിക്കുന്ന ബുക്സ്. ബാക്കിയൊക്കെ ഞാൻ വായിച്ചിട്ട് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വായിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഏതാണെന്ന് പറയുക. 2025 എത്ര പുസ്തകം നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയാം. നമുക്ക് ഒരു ടാർഗറ്റൊക്കെ വെച്ച് ഗുഡ് റീഡ്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾ വായിക്കുന്ന അതിനകത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ ഇത്രയും വായിച്ചു നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഇത്രയും വായിച്ചല്ലോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഗുഡ് റീഡ്സിലൊക്കെ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ് ശീലമില്ല കേട്ടോ, അതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.